ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്നൊരു നത്തോലി മീൻ മാങ്ങ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മീൻ പീര എന്നൊക്കെ പറയുന്നത് തോരൻ. അതിനായിട്ട് ആദ്യം ഒരു 1/2 കിലോ നത്തോലി ചെതുമ്പലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കുക. മഞ്ഞളും ഉപ്പും തേച്ച് ശേഷം ഒരു മാങ്ങ തൊലിയൊക്കെ ചെത്തി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. അരമുറി തേങ്ങ എടുക്കുക, 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളക്, 4 തണ്ട് കറിവേപ്പില. മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കുഞ്ഞായിട്ട് മുറിച്ച് ചട്ടിയിലിടാം. നമുക്ക് കുഞ്ഞായിട്ട് മുറിച്ച മാങ്ങ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഈ മീനൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. കുറച്ച് ചുവന്നുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി അല്ലി. ഇവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. മീന് ഉപ്പും മഞ്ഞളൊക്കെ തൂത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമുക്കതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്ന് ഇത് നമുക്ക് മീനിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. നമ്മുടെ ജാറ് കൂടി ഒന്ന് കഴുകി ഒഴിക്കാം. കുറച്ച് വെള്ളം മതി, മീനിൻ്റെ ഒപ്പം മതി. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തോരൻ പോലെ കിട്ടണം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെറിയ കടൽ മത്സ്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇതിലൊക്കെ ഒരുപാട് അയഡിൻ ഉണ്ട്. ചെറിയ മത്തി, അയല, ഇതുപോലത്തെ നത്തോലി, വേളൂരിയൊക്കെ. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പീര ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറി തുറന്നു. നല്ല മാങ്ങയുടെയും മീൻകറിയുടെയും നല്ല മണമാണ് വരുന്നത്. നല്ല ചൂട് വേനൽക്കാലത്ത് പഴഞ്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.